ബദർ അതിൻ്റെ നാളുകൾ സമാഗതമാണ്. പരിശുദ്ധമായ ഖുർആനിൽ ബദറിനെ എത്ര ശക്തമായ നിലയിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നറിയുമോ? ബദറിൻ്റെ പാഠം ഉൾക്കൊള്ളണ്ടിട്ടല്ലാതെ ഈ സമുദായത്തിന് മുന്നോട്ട് പോകാനാവില്ല. എന്താണ് ബദർ നൽകുന്ന പ്രധാനപ്പെട്ട പാഠം? പരീക്ഷണങ്ങളിൽ പതറരുത്. ഒറ്റ കാര്യമാണ്. എവിടെയൊക്കെയാ പരീക്ഷണം? എവിടെ ഇപ്പോൾ? ഗുജറാത്തിൽ പരീക്ഷണമാ, മധ്യപ്രദേശിൽ പരീക്ഷണമാ, ജാർഖണ്ഡിലെ പശ്ചിമ ബംഗാളിലെ വീടുകൾ തകർക്കുന്നു, കടകൾ അഗ്നിക്കിരയാക്കുന്നു, പോലീസ് നോക്കുകുത്തിയാകുന്നു, സ്ത്രീകൾ മർദ്ദിക്കപ്പെട്ട് നിസ്സഹായരായി നിലയിക്കുന്ന കരുളലയ്ക്കുന്ന രംഗങ്ങൾക്ക് നാം സാക്ഷിയാകുന്നു. ആളുകളെ അഭയത്തിൻ്റെ പേര് പറഞ്ഞു വിട്ടിട്ട് അവിടെ കൊള്ളയടിക്കുന്നു. മക്കയിൽ നിന്ന് പുറത്ത് മദീനയിലേക്ക് പായിച്ചിട്ട് മക്ക അവരുടെ സ്വത്ത് കൊള്ളയടിച്ച പോലെ നമ്മുടെ രാജ്യത്ത് നടക്കുക. ബാങ്ക് വിളിക്കുന്നത് പാടില്ല എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്, ബാങ്കിൻ്റെ ഒച്ച കേൾക്കാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് വരെ വന്നു കഴിഞ്ഞു. എല്ലാ മേഖലകളിലേക്കും ഇന്ന് പരീക്ഷണം നീണ്ടുവരികയാണ്. ഒളിച്ചോടാനൊന്നും പറ്റാത്ത വിധത്തിൽ വരിഞ്ഞു മുറുക്കപ്പെടുന്നുണ്ട് നമ്മൾ. എല്ലാവരും അപ്പുറത്താണ്. വല്ലാഹി ബദർ പറയുന്നു, പരീക്ഷണമുണ്ട്. ഇല്ലെന്ന് കരുതിയാൽ അവർക്ക് ഇസ്ലാമിൽ ഒരിടമില്ല. പരീക്ഷണം വരും, പതറാനുള്ളതല്ല. പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരെ ഉപയോഗിച്ചാണ് അല്ലാഹു തആല ബദറിൻ്റെ വിജയം കാട്ടിക്കൊടുത്തത്. രണ്ടാമത്, ശത്രുവിൻ്റെ വലിപ്പവും സ്വാധീനവും കണ്ട് ഭയക്കണ്ടെന്ന് ബദർ നമ്മളോട് പറയാം. ശത്രുവിൻ്റെ വലിപ്പം ഇന്നിപ്പോൾ പറയുന്നത്, ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ സംസ്കാരവും ചിഹ്നവും ഒന്നും വേണ്ട, മുറുകെ പിടിക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഇവിടെ വലിയ വലിപ്പമൊന്നുമില്ല. ബദറിലുള്ള ശത്രുവിൻ്റെ വലിപ്പം ഇവിടെയുള്ളൂ. ബദറിൽ 3 ഇരട്ടിയായിരുന്നു. എത്രയായിരുന്നു? 313 ആള്, 3 കുതിര 7 ഒട്ടകം. അപ്പുറത്ത് 1000 ആള്, 100 കുതിര 700 ഒട്ടകം. എവിടെയായിരുന്നു വലിപ്പം? എവിടെയായിരുന്നു വലിപ്പം? അതിലധികം ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ആനുപാതികമായി ഇന്നുണ്ട്. നമ്മൾ താഴെയല്ല. പരതരരുത്, വലിപ്പം നമ്മളെ പേടിപ്പിക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم صدق الله مولانا العلي العظيم. وعن أبي سعيد رضي الله تعالى عنه قال النبي صلى الله عليه وسلم ما يصيب المسلم من نصب ولا حزن ولا أذى ولا غم حتى الشوكة يشاكها إلا كفر الله بها خطاياه صدق رسول الله المصطفى الكريم عليه وعلى آله أفضل الصلوات وأزكى التسليم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിയെ സംസ്കരിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഇസ്ലാമിക പദ്ധതികൾ ആദ്യന്തം നമ്മൾ പരിശോധിച്ചാൽ എല്ലാത്തിൻ്റെയും പരമമായ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ അകം നന്നാക്കുക, നമ്മുടെ ആത്മസംസ്കരണം സാധ്യമാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുറം മോടിയിൽ വഞ്ചിതനാകുന്നവനോ മയങ്ങുന്നവനോ അല്ല. അള്ളാഹു ഒരിക്കലും നമ്മുടെ പുറം കണ്ട് അതിൽ കണ്ണ് മയങ്ങിപ്പോകുന്നവനല്ല അള്ളാഹു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയുണ്ടായി, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. അള്ളാഹു നിങ്ങളുടെ പുറം കാണാൻ ഇഷ്ടപ്പെടുന്നവനല്ല. നിങ്ങളുടെ പുറം മോടിയിലേക്ക് അള്ളാഹുവിന് ഒരു താല്പര്യവും ഇല്ല. വലാ ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ബോഡി എങ്ങനെയെന്നതും പടച്ചവന് പ്രശ്നമല്ല. അത് കാണുന്നേ ഇല്ല അള്ളാഹു, അത് കാണാൻ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും, മറിച്ച് നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണ് എന്ന് അള്ളാഹു നന്നായി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ പുറം കാണുന്നവരാണ്, നമ്മൾ അകം കാണാത്തവരുമാണ്. അള്ളാഹുവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മളെല്ലാവരുടെയും പുറം കാണും, നമ്മളൊട്ട് അകം കാണുന്നുമില്ല. നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യൻ പുറം മോശമാക്കി വന്നാൽ നമുക്ക് അയാളോട് സ്വാഭാവികമായും തോന്നുന്നത് സ്നേഹമല്ല, വെറുപ്പാണ്. അഴുക്കു പിടിച്ച വസ്ത്രങ്ങൾ, കുളിച്ച് വൃത്തിയാക്കാത്ത, ദന്തധാവനം ചെയ്യാത്ത രൂപത്തിൽ, മുടികൾ ജടകൾ പാറിപ്പറന്ന് ജടകെട്ടി പാറിപ്പറന്നൊക്കെ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്നാൽ
നമുക്ക് പ്രാഥമികമായി അവനോട് സ്നേഹമല്ല തോന്നുക, മറിച്ച് വെറുപ്പാണ് തോന്നുക. പുറം കാണുന്ന നമുക്ക് പുറമഴുക്കായാൽ വെറുപ്പാണ് തോന്നുന്നതെങ്കിൽ, അകം കാണുന്ന അള്ളാഹുവിന് അകമഴുക്കായാൽ സ്നേഹമാണ് തോന്നുന്നതെന്ന് നാം കരുതിയെങ്കിൽ അതിനേക്കാൾ വലിയ മണ്ടത്തരമുണ്ടോ? അതിനാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങളുടെ പുറം ഞാൻ കാണാൻ ശ്രമിക്കുന്നേയില്ല, അതെൻ്റെ ഇൻട്രസ്റ്റ് അല്ല. ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും. പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് അകം കാണാതെ മറച്ചു വെച്ച അള്ളാഹു, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അകമുണ്ട്, പക്ഷെ ആ അകം മറ്റുള്ളവർ കാണാതെ മൂടിയിട്ട് തന്ന അള്ളാഹു, നിങ്ങളുടെ പുറം മാത്രം ലോകത്തെ കാണാൻ പാകത്തിനാക്കിയ അള്ളാഹു, പക്ഷെ നിങ്ങളുടെ അകം അള്ളാഹു കാണുന്നുണ്ട്, നിങ്ങളുടെ അകം കണ്ടുകൊണ്ടേ അവനിരിക്കുകയാണ്. വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും വനിയ്യാതിക്കും, മറിച്ച് അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്ത് എന്നുള്ളതാണ്. ഇത് കാണുന്നവനുണ്ട്, ഇത് തന്നവൻ ഒരാളുണ്ടെങ്കിൽ ഇത് കാണാനും ആളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം നമ്മുടെ ഉള്ളു നന്നാവുക എന്നതാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും നമ്മുടെ അകം നന്നാകാനാണ്, അഥവാ നമ്മുടെ മനസ്സിനെ പാപരഹിതമാക്കാനാണ്, മലിനമുക്തമാക്കാനാണ്, സംസ്കരണമുണ്ടാക്കാനാണ്, ആത്മാവിനെ സംസ്കരിക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് ഈ ലോകത്ത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ. സഹോദരങ്ങളെ, നാം ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ ആത്മസംസ്കരണത്തിന് റബ്ബ് നമുക്ക് തന്ന ഏറ്റവും വലിയ തീവ്രയജ്ഞ പരിപാടിയിൽ നാം നമ്മെ വിട്ടുകൊടുത്ത് അതിൻ്റെ ആത്മീയ ആനന്ദത്തിൻ്റെ നിർവൃതിയുടെ നാളുകളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അകം നന്നാക്കാൻ അള്ളാഹു തന്ന സുവർണാവസരത്തിലൂടെ ഞാൻ സാധാരണ സാഹചര്യത്തിൽ എത്ര ശ്രമിച്ചാലും എൻ്റെ അകം നന്നാക്കാൻ കഴിയാതെ വിഷമിക്കുന്ന എനിക്ക് എല്ലാവരുടെയും സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയോടും കൂട്ടായ്മയോടും കൂടി എൻ്റെ അകമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ, ഞാനെന്ന പൊരുളിനെ നന്നാക്കാൻ എനിക്കെൻ്റെ റബ്ബ് തന്ന സുവർണാവസരത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്ന ആനന്ദ നിർവൃതിയിലൂടെയാണ് 200 കോടിയോളം മുസ്ലിം ലോകം ഈ നിമിഷങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അള്ളാഹുവെ, നന്നാകാൻ എനിക്കൊരവസരം നീ തന്നല്ലോ, അതിന് വിരുദ്ധവും വിഘാതവുമായ എല്ലാ അവസരങ്ങളെയും നീ വിഭാടനം ചെയ്തല്ലോ, പിശാചുക്കളെ നീ പിടിച്ചു കെട്ടിയല്ലോ അല്ലാ. അതുപോലെ തന്നെ പിശാച് ഒരു വശത്തിൻ്റെ ശത്രുവാകുമ്പോൾ മറുവശത്തിൻ്റെ മറ്റൊരു വലിയ ശത്രുവാണ് നഫ്സ്, എൻ്റെ ശരീരം. ആ ശരീരത്തെ തളർത്തുന്ന ഭക്ഷണപാനീയങ്ങൾ വെടിയാനുള്ള നിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് എൻ്റെ ശരീരം എന്നോട് അധർമ്മം കൽപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും നീ എനിക്ക് അവസരം നൽകിയിരിക്കുന്നു. ഏറ്റവും വലിയ മനുഷ്യൻ്റെ അവൻ സംസ്കരിക്കപ്പെടുന്നതിൻ്റെ, സ്വർഗത്തിനവനെ പാകപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ വിഘാതമായി തടസ്സമായി നിലനിൽക്കുന്ന 2 ശക്തികൾ, ഒന്ന് ശൈത്താൻ, ഒന്ന് പിശാചാൻ, മറ്റൊന്ന് അവൻ്റേത് തന്നെയായ അവൻ്റെ നഫ്സ് ബോഡിയാണ്. ഈ 2നെയും നാം പിടിച്ചു കെട്ടി ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നറിയാത്ത നമുക്ക് അള്ളാഹു അതിൻ്റെ വഴി പറഞ്ഞു തന്നു, ഹിദായത്ത് തന്നു. നീ നിൻ്റെ ശരീരത്തെ അതിൻ്റെ വൈകാരികതകളിൽ നിന്ന് തളച്ചു നിർത്തി നീ നിൻ്റെ പിശാചിൻ്റെ പ്രേരണകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ നിൻ്റെ കൽബ് നന്നാകും, നിൻ്റെ ആത്മാവ് സ്ഫുടം ചെയ്യപ്പെടും. ആ ആത്മാവ് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത്, അതാണ് എനിക്ക് കാണേണ്ടത്. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ ഒന്നും യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ഒരു മനുഷ്യൻ്റെയും ഒരു ധനവും അവൻ്റെ സമ്പത്തും പൈസയുടെ ഉപകാരം ചെയ്യില്ല നാളെ പരലോകത്ത്. ഈ ലോകത്ത് ഉള്ള സൗകര്യത്തിന്, ഉപകാരത്തിന് തന്നതാണ് അള്ളാഹു ഇതെല്ലാം. അതുപോലും അള്ളാഹു വിചാരിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമായി, ദുരന്തമായി, അപകടമായി മാറാറുണ്ട്. നാളെ ആഖിറത്തിൽ അത് ഒരു ഉപകാരവും ചെയ്യില്ല. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സംശുദ്ധമായ, കളങ്കമേകാത്ത, പാപരഹിതമായ, കുശുമ്പില്ലാത്ത, പകയില്ലാത്ത, മലിനമാകാത്ത ഒരു മനസ്സുമായി, കൽബുമായി എൻ്റെ അടുത്ത് വന്നവനല്ലാതെ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇതൊന്ന് പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ കളങ്കമില്ലാതെ കാഴ്ചവെക്കണം. ഇതിനുള്ള നമ്മുടെ തീവ്രയജ്ഞ പരിപാടിയിലൂടെ നാം കടന്നു പോകുമ്പോൾ, കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, അള്ളാഹു ഈ പുണ്യമാസത്തെ നമുക്ക് 3ആയി പകുത്തു വെച്ചു വന്നു. ഒന്ന് റഹ്മത്തിൻ്റെ 10. നമ്മൾ ആ 10 പ്രത്യേകമായി സവിശേഷമായി
കാരുണ്യാതിരേകം മുറ്റി നിൽക്കുന്ന പ്രവർത്തനങ്ങളോട് നമ്മുടെ ജീവിതത്തെ ഇണക്കി ചേർക്കണം. കരുണയുടെ പ്രകടനങ്ങൾ നമ്മളിൽ നിന്ന് ധാരാളമായ പത്തിലുണ്ടാകണം. അതൊക്കെ പോയി, ആ നാളുകൾ പിന്നിട്ട് പോയി. നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്ന റമദാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സ് എത്ര കണ്ട് ആർദ്രമായിരുന്നോ അതിലും എത്രയോ അധികം ആർദ്രതയിലേക്ക് 10 നാളുകൾ കൊണ്ട് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ആ 10 നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കൂടുതൽ കരുണയുള്ളവനായി എനിക്ക് ഇന്നലെ ചെയ്യാൻ കഴിയാതിരുന്ന ദാനധർമ്മങ്ങൾ ഞാൻ അധികം ചെയ്തു. ഞാൻ ഇന്നലെ പിണങ്ങി നിന്നവനോട് കരുണയോടുകൂടി പെരുമാറി. ഞാൻ ഇന്നലെ ചിരിക്കാത്തവനോട് ചിരിച്ചു. ഞാൻ ഇതുവരെ കൈ കൊടുക്കാതിരുന്നവനോട് കൈ കൊടുത്തു. ഞാൻ ഇന്നുവരെ ചേർത്ത് പിടിക്കാത്തവനെ ചേർത്ത് പിടിച്ചു. എൻ്റെ ഉള്ളിൽ കരുണയുണ്ടായി. കരുണയുടെ 10 നാളുകളെ ഞാൻ കഷ്ടപ്പെടുത്തിയില്ല, ഞാനതിൽ വിജയിച്ചു എന്ന് നമുക്കിപ്പോൾ ഓർത്തു നോക്കുമ്പോൾ അഭിമാനിക്കാൻ വകയുണ്ടാകണം. അതിനുള്ളതാണ് റമദാൻ, അല്ലാതെ വെറുതെ പട്ടിണി കിടക്കാനല്ല. പട്ടിണി കിടക്കാനല്ല റമദാൻ. പട്ടിണി തീർച്ചയായും അതിൻ്റെ പാതി വഴിയോ അല്ലെങ്കിൽ അതിനേക്കാൾ പാതി വഴിയോ മാത്രമാണ്. അതൊരു വഴിയാണല്ലെന്ന് ഞാൻ പറയുകയല്ല, അത് നമ്മുടെ പാത ഒരുക്കുകയാണ്. കാരണം പട്ടിണിയായിരിക്കുന്ന ഈ നാളുകളിൽ നമുക്ക് പട്ടിണിയിലല്ലാത്ത ആ നാളുകളിലുള്ളതിനേക്കാൾ നന്മയോട് നമ്മുടെ മനസ്സിൽ ആഭിമുഖ്യം ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. നന്മ ചെയ്യാനുള്ള ഒരു പ്രേരണ നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ ഉളവാകുന്നുണ്ട്. അത് പട്ടിണി നമുക്ക് സമ്മാനിക്കുന്ന മൂല്യമാണ്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, രണ്ടാമത്തെ 10 അല്ലാഹു തആല മാറ്റിവെച്ചത് എന്തിനാണ്? നമ്മൾ പാപം ഇതിനകം നമ്മുടെ ജീവിതത്തിൽ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. മനുഷ്യൻ അവൻ്റെ കരങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു പ്രവർത്തനത്തോട് അവൻ ആക്ടിവേറ്റ് ആകുന്നുണ്ടെങ്കിൽ, അവൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഈ ലോകത്ത് പ്രവർത്തന നിരതമാകുന്നുണ്ടെങ്കിൽ, ഒരു അവയവം, ഒരു ഓർഗൻ പ്രവർത്തന നിരതമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് അവൻ്റെ മനസ്സിൽ അപ്പോൾ തന്നെ പതിയുന്നുണ്ട്. ഒരു നോട്ടം അത് മനസ്സിൽ സ്വാധീനിക്കുന്നുണ്ട്. നല്ലത് നോക്കിയാൽ നന്മയുടെ സ്വാധീനം, ചീത്ത കണ്ടാൽ ചീത്തയുടെ സ്വാധീനം. അപ്പോൾ രണ്ടാമത്, നമ്മുടെ മനസ്സ് ഓരോ നിമിഷവും പരിശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണോ? അള്ളാഹുവിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ പാകത്തിന് തിളക്കമുറ്റതാകുകയാണോ? കളങ്കമേശാത്ത ഒരു മനസ്സായി നമ്മുടെ മനസ്സ് പാകപ്പെടുന്നുണ്ടോ? അതോ നമ്മുടെ പുറത്തേക്ക് തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിലേക്ക് തുറക്കുന്ന കവാടങ്ങളിലൂടെ നാം കടത്തിവിട്ടത് കാഴ്ച കൊണ്ട്, കേൾവി കൊണ്ട്, വർത്തമാനം കൊണ്ട് പിടിച്ച് എടുത്ത് നടന്ന് നമ്മൾ ഈ ഉള്ളിലേക്ക് കടത്തിവിട്ടത് മാലിന്യങ്ങളാണോ? ആണെങ്കിൽ നമ്മുടെ മനസ്സ് പങ്കിലമാണ്. ഒരു സംശയവും വേണ്ട, നമ്മുടെ മനസ്സ് വല്ലാത്ത പാപപങ്കിലമാണ്. അത് നമ്മുടെ ആത്മാവിനോട് നാം ചെയ്യുന്ന വല്ലാത്ത ദ്രോഹമാണ്. അതിൻ്റെ പരിഹാരത്തിനാണ് അല്ലാഹു തആല രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി നീ പ്രത്യേകമായി ബന്ധപ്പെട്ട് കഴിഞ്ഞോളാൻ പറഞ്ഞത്. ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനയുടെ പ്രാധാന്യം വലുതാണ്. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു പോയിട്ട് ആ തെറ്റ് ചെയ്യുന്നു എന്നുള്ളതിലല്ല അള്ളാഹുവിന് അവൻ്റെ അബ്ദിനോട് വിരോധം. മനുഷ്യൻ സഹജമായി പല തെറ്റും ചെയ്യുന്നവനാണെന്ന് പടച്ചവൻ അറിയാം. അള്ളാഹു തെറ്റ് ചെയ്യാത്തവരായിരുന്നു നിങ്ങളെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ കൊണ്ടുവന്നിട്ട് അവർ പശ്ചാത്തപിച്ച് പുറത്തു കൊടുത്തേനെ ഞാനെന്ന് പോലും പറയുന്ന ഹദീസുണ്ട്. നേരിട്ട് നമ്മളങ്ങ് തെറ്റ് ചെയ്തോളാൻ അള്ളാഹു ആഗ്രഹിക്കുന്നതെന്നല്ല, തെറ്റ് ചെയ്യാനുള്ള വാസനയെ അള്ളാഹു അംഗീകരിക്കുന്നുണ്ട്. ആ തെറ്റ് നമ്മുടെ നോക്കിലൂടെ വാക്കിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മുടെ മലിനപ്പെടുത്തി നാം പോലും ഇഷ്ടപ്പെടാത്ത വിധത്തിൽ ചീത്തയായിപ്പോയ നമ്മുടെ മനസ്സിൽ നിന്ന് പാപത്തിൻ്റെ കറകളെ കഴുകിക്കളയാൻ പര്യാപ്തമായ നിലയിൽ നാം ഈ 10 പ്രത്യേകമായി ഇടപെടണം. മഗ്ഫിറത്ത് അള്ളാഹുവിനോട് യാചിച്ചുകൊണ്ടിരിക്കണം. പടച്ചവനെ തെറ്റ് പറ്റിപ്പോയ അല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കി, പടച്ചവനെ എൻ്റെ മനസ്സിനെ കളങ്കിതമാക്കുന്ന, പങ്കിലമാക്കുന്നത് വല്ലതും എന്നിൽ നിന്ന് വന്നോ എന്ന് ഓർത്ത് നോക്കി. വന്നെങ്കിൽ അപ്പോൾ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ഈ 10 കടന്നുപോയാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയാണ്. ആത്മസംസ്കരണമാണ് പടച്ചവനാകെ ലക്ഷ്യമുള്ളൂ. അള്ളാഹു കാണുന്ന കൽബ് നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, അള്ളാഹു തആല നോക്കുന്നത് ഹൃദയമാണെങ്കിൽ വൃത്തികെട്ട അഴുക്ക് പിടിച്ച വസ്ത്രവുമായി മുമ്പിൽ വരുന്ന മനുഷ്യൻ്റെ നേരെ നാം മുഖം വെട്ടിക്കുമെങ്കിൽ
പടച്ച തമ്പുരാൻ നമ്മുടെ മനസ്സ് കണ്ടിട്ട് നമ്മുടെ നേരെ മുഖം തിരിച്ചാൽ എന്താകും നമ്മുടെ സ്ഥിതി എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നാം പലപ്പോഴും എത്രയോ കൊടിയ അപരാധങ്ങളുടെ പാപങ്ങളുടെ പിറകെ നടന്നിട്ട് അത് നമ്മുടെ ജീവിതശീലമാക്കി മാറ്റിയിട്ട് നാമമാത്രമായ ആരാധനാകർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ അള്ളാഹ് എന്നോട് കനിഞ്ഞില്ലല്ലോ, ഞാൻ ഇത്രയെല്ലാം ചെയ്തിട്ടും എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കണം, നമ്മുടെ മനസ്സിൽ എത്രമാത്രം അസൂയ ഇടം പിടിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുന്നവരാരുണ്ട്? തൻ്റെ സഹോദരൻ്റെ ഉയർച്ചയിൽ വളർച്ചയിൽ താങ്ങാനാവാത്ത ഉൾക്കൊള്ളാനാവാത്ത മാനസികാവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഈ മാലിന്യം റബ്ബ് ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്താണ് നമ്മുടെ സ്ഥിതി? അസൂയ, വെറുപ്പ് എത്രയുണ്ട് നമുക്ക് ഓരോരുത്തരോടും. നമ്മുടെ മനസ്സ് പാപരഹിതമായ എന്തടിസ്ഥാനത്തിലാണ് നാം തീരുമാനിക്കുക? എൻ്റെ റബ്ബിന് കാണാൻ കൊള്ളാവുന്ന ഒരു സ്ഫടിക സമാനമായ സ്വച്ഛന്ത സുന്ദരമായ ഒരു മനസ്സെനിക്കുണ്ട്, ഇതെൻ്റെ റബ്ബിൽ ഇന്ന് വിളിച്ചാലും മടങ്ങിപ്പോയി കാഴ്ചവെക്കാം എന്നുറപ്പുള്ളവരാരാണ്? തീർച്ചയായും പാപമോചനത്തിന് പ്രാധാന്യമുണ്ട് സഹോദരങ്ങളെ. പാപമാണ് നമ്മെ അള്ളാഹുവിൽ നിന്നകറ്റിയത്. ഒരൊറ്റ പാപമാണ് നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെ ആദമു റബ്ബഹു ഫഗവാ, ഒരൊറ്റ പാപമാണ് സ്വർഗത്തിൻ്റെ പാകതയിൽ നിന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയോഗ്യനാക്കി സ്വർഗലോകത്ത് നിന്ന് പുറന്തള്ളാൻ കാരണമായത് ഒരൊറ്റ പാപമാണെങ്കിൽ 1000 പാപം പേറിയിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങാമെന്നുള്ള മോഹത്തിന് എന്താ അർത്ഥം? എന്തർത്ഥമാണ് അതിനുള്ളത്? ആ പാപം പൊറുപ്പിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് ഇവിടെ. ആ പാപവാസന മക്കൾക്കൊക്കെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ കൈമാറി കിട്ടി. ആ പാപമില്ലാതെ ശുദ്ധമായ മനസ്സുമായിട്ട് മാത്രമേ സ്വർഗത്തിലേക്ക് വരാവൂ. അവിടെ പരിശുദ്ധി അശുദ്ധിയുടെ അംശം പോലുമില്ലല്ലോ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ആരെ കണ്ടാലും നല്ലത് പറയാനേ മനസ്സ് തോന്നൂ. സലാം പറയാത്ത ഒരാൾ മുമ്പിലൂടെ കടന്നു പോകില്ല. ആശീർവാദ മന്ത്രങ്ങൾ മാത്രം മുഴങ്ങി നിൽക്കുന്ന മനോഹരമായ ആ അന്തരീക്ഷം, സ്വർഗാന്തരീക്ഷത്തിൽ അശുദ്ധമായ മനസ്സിൻ്റെ ഉടമയ്ക്ക് ഇടമില്ലാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ആദം അലൈഹി സ്വലാം പുറന്തള്ളപ്പെട്ടത്. ആദമിൻ്റെ മക്കളോട് അല്ലാഹു ചോദിക്കുന്നത് ആ പാപത്തിൽ നിന്ന് മുക്തമായ മനസ്സുമായി മടങ്ങി വന്നേക്കാനാണ്. പാപം ബാക്കി വെച്ചേക്കരുത്. അതിന് ഞാൻ എത്രയെത്ര സുവർണാവസരങ്ങൾ നിങ്ങൾക്ക് തന്നു, എത്രയെത്ര റമദാനുകൾ തന്നു, എത്രയെത്ര ലൈലത്തുൽ ഖദറുകൾ തന്നു. ഒരു പുരുഷായുസ് മുഴുവൻ കർമ്മം ചെയ്താൽ പോലും നേടാൻ സാധ്യമല്ലാത്ത പ്രതിഫലം ഒതുക്കി വെച്ച രാത്രികൾ നിങ്ങൾക്ക് സമ്മാനിച്ചു. അന്നുപോലും നിങ്ങൾ നിങ്ങളുടെ പാപമൊന്ന് പൊറുപ്പിച്ച് മനസ്സൊന്ന് ശുദ്ധമാക്കാൻ മെനക്കെട്ടില്ല അല്ലേ? പരിശുദ്ധമായ റമദാനിൽ ലോകത്ത് 200 കോടിയോളം വരുന്ന പാപവാസനയുള്ള മനുഷ്യരെയെല്ലാം പിടിച്ചു കെട്ടി പിശാചിനെ തളച്ച് ചങ്ങലക്കിട്ട് നിങ്ങളുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കാൻ ഞാൻ അവസരം ഒരുക്കി തന്നിട്ട് അതിനോട് പോലും നിങ്ങൾ സഹകരിച്ചില്ലെന്നോ എന്ന് നാളെ റബ്ബ് നമ്മളോട് ചോദിക്കും. സഹോദരങ്ങളെ, പാപത്തിൻ്റെ ദുരന്തം പരലോകത്ത് മാത്രമല്ല, അതും മനസ്സിലാക്കിക്കോ. ഈ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം, നാം ഈ ലോകത്ത് അനുഭവിക്കുന്ന സർവമാന ദുരന്തങ്ങളും പാപത്തിൻ്റെ പരിണിത ഫലങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കൽ തേടണം. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതായി അബൂ സഈദ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ യുസീബുൽ മുസ്ലിമു മിൻ നസബ്, ഒരു മുസ്ലിമിനും ഒരു പ്രയാസവും ജീവിതത്തിൽ വരില്ല. വലാ ഹുസ്ൻ, ഒരു ദുഃഖവും അവന് വരില്ല. വലാ അദാ, ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഒരു ശല്യവും ഉപദ്രവവും അവൻ ഏൽക്കേണ്ടി വരില്ല. വലാ ഗമ്മിൻ, ഒരു മനപ്രയാസവും അവന് വരുന്നില്ല. ഹത്ത ഷൗക, വരുന്നതെല്ലാം ഹത്ത ഷൗക, ഏതുവരെ ഒരു മുള്ളു തറച്ച് കയറുന്നത് പോലും, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ഒരു മുള്ളു തറച്ചവൻ്റെ കാലിൽ കയറുന്നത് പോലും അതുപോലും വരുന്നില്ല. എന്തിനല്ലാതെ യശാക്കുഹ, അവൻ്റെ കാലിൽ തുളച്ച് കയറുന്ന മുള്ള്, ഇല്ല കഫറല്ലാഹു ബിഹാ ഖത്തായാഹു, അവയോരോന്നും അവൻ്റെ ഓരോ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. അപ്പോൾ നോക്കിക്കേ, ഒരു മുള്ള് കാലിൽ തറയ്ക്കുമ്പോൾ പോലും നമ്മുടെ ഒരു പാപം മാറ്റിക്കളയാനാണ് പടച്ചോൻ വിചാരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അതും പാപമായിട്ടുണ്ടെന്നല്ലേ? ഒരു മുള്ള് തറച്ചത് കൊണ്ട് പരിഹരിക്കപ്പെടേണ്ട പാപം, അങ്ങനെ വ്യത്യസ്തമായ പാപങ്ങൾ ഒരുപാട്. ചില പാപങ്ങളുണ്ട്, ചില പാപങ്ങളുണ്ട് വിശ്വാസികൾക്ക്, ലാ യഗ്ഫിറുഹാ ഇല്ലാ ഹമ്മുൽ ഈശ, ജീവിതത്തിലെ പ്രയാസങ്ങളല്ലാതെ ആ പാപങ്ങൾ പൊറുപ്പിക്കില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. മുഅ്മിനായ മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവൻ്റെ പാപം പുറത്ത് ആത്മാവിനെ സംസ്കരിക്കാനാണ്. ആ പ്രയാസം അള്ളാഹ്ക്ക് പ്രശ്നമല്ല. എൻ്റെ അബിദ് അല്പം പ്രയാസപ്പെട്ടോട്ടെ, അള്ളാഹ്ക്കത് പ്രശ്നമല്ല. കാരണം അവൻ്റെ ആത്മാവ് സംസ്കരിക്കപ്പെടുന്നുണ്ടല്ലോ. എനിക്ക് കാണാൻ കൊള്ളാവുന്ന മനസ്സായി അവൻ്റെ മനസ്സ് മാറിയല്ലോ, അള്ളാഹ്ക്കത് പ്രശ്നമേ അല്ല.
അതുകൊണ്ട് എന്തും വന്നോട്ടെ, നമ്മുടെ മനസ്സ് സംസ്കരിച്ച് റബ്ബിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ കിട്ടിയ ഈ സുവർണാവസരം ഇനി ഇതുപോലൊന്ന് വന്നാലല്ലാതെ തിരിച്ചു വരില്ല. അതിനകം നമ്മുടെ സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരമായി തീരാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് പാപപരിഹാരം നേടാൻ കഴിഞ്ഞിട്ടുണ്ടാകണം ഈ 10 പിന്നിടുമ്പോൾ. സാധ്യമാണത്. അതുകൊണ്ട് പാപം പരിഹരിക്കാൻ ഒരു പോംവഴിയില്ല. എന്നിട്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചൊട്ടുവിദ്യകൾ തേടി നടക്കുകയാണ് നമ്മൾ. ഏതെങ്കിലും കള്ളന്മാരുടെ പുറകെ, സിദ്ധന്മാരുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് മുസ്ലിം ലോകം. അവരാരും പോയിട്ട് പറയില്ല നീ മദ്യപിക്കാറുണ്ടോ, അത് നിർത്തുമെന്ന് അവനോട് പറയില്ല, കാരണം പിന്നെ വരില്ലല്ലോ. നീ പലിശ വാങ്ങാറുണ്ടോ, അത് നിർത്തുമെന്ന് പറയില്ല, കാരണം പിന്നെ വരില്ലല്ലോ. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഇടയിൽ അകാരണമായി വ്യാജമായി ഇടനിലക്കാരാകാൻ ശ്രമിക്കുന്ന ശക്തികളുടെ പുറകെ പോയി പാപം കൊണ്ട് വന്നുകൂടിയ പ്രയാസകരമായ അനുഭവങ്ങൾ, അത് എത്രമാത്രം മനുഷ്യനുണ്ടെന്ന് അറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നിലകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വലിയ വലിയ ആളറിയാത്ത സിദ്ധന്മാരുടെ അടുക്കൽ എത്ര കണ്ടു പോകുന്നുണ്ടെന്ന് അന്വേഷിച്ചാൽ മതി. സാധാരണക്കാർ അങ്ങനെ അഭിമാനത്തിനൊന്നും വില കൽപ്പിക്കാത്ത ഒരു ക്യൂവിൽ പോയി നിൽക്കുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പോൾ തന്നെ അറിയാം ഒരു ഡോക്ടറുടെയും ഈവൻ ബീവറേജസ് കോർപ്പറേഷൻ്റെ ലിക്കർ ഷോപ്പിൻ്റെ മുമ്പിൽ പോലും അത്ര ക്യൂ ഉണ്ടാകാറില്ല. അപ്പോൾ എത്രയുണ്ട് നമ്മുടെ പ്രയാസം. ആ പ്രയാസങ്ങളെല്ലാം വരുത്തി വെച്ചത് അള്ളാഹുമായി നമ്മുടെ ബന്ധത്തിൻ്റെ കണ്ണി മുറിഞ്ഞു പോയതുകൊണ്ടാണ്. അവരുടെ ഹൃദയത്തിൽ അവർ ചെയ്തതിൻ്റെ മുഴുവൻ കറ വീണുപോയി. മുഴുവൻ ഇമ്പാക്റ്റ്, മുഴുവൻ റിയാക്ഷൻ, മുഴുവൻ കറ വീണുപോയി. ഓരോ ആക്ഷനും റിയാക്ഷനുണ്ട് എന്നത് ഒരു ഭൗതിക ശാസ്ത്ര സിദ്ധാന്തമാണെങ്കിൽ അത് ആത്മീയ ശാസ്ത്രത്തിൻ്റെയും ഒരു സിദ്ധാന്തമാണ്. ഓരോ ആക്ഷനും ഒരു റിയാക്ഷനുണ്ട് കൽബിൽ. ഓരോ അവയവത്തിൻ്റെയും ഓരോ ആക്ഷനും മനുഷ്യൻ്റെ മനസ്സിലൊരു റിയാക്ഷനുണ്ട്. ആ റിയാക്ഷൻ കൽബിനെ മലിനമാക്കുന്നു. ആ മാലിന്യം അള്ളാഹുവിൽ നമ്മളെ അകറ്റുന്നു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളായി പരിണമിക്കുന്നു. അത് അള്ളാഹു പരിണമിക്കുന്നത് നമുക്ക് പ്രയാസങ്ങൾ തന്നുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ പാപം പൊറുപ്പിക്കണം. നമ്മൾ വളരെ കൃത്യമായി അത് അല്ലാഹു തആല പറയുന്നു, നിരാശ വേണ്ട കേട്ടോ. ചില ആളുകളുണ്ട് ചെയ്തു കൂട്ടിയത് ആലോചിച്ചാൽ പെട്ടെന്നൊന്നും പരിഹാരമില്ല, അതൊക്കെ നിർത്തിവെക്കാനോ ഒട്ട് പറ്റുകയില്ല. പിന്നെന്താ വഴി, പോം വഴി? ഇതൊന്നും ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇടപെടുന്ന വല്ലവരും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സമീപിച്ച് കളയാം. അങ്ങനെയാണ് കള്ളന്മാരുടെ അടുക്കലും സിദ്ധന്മാരുടെ അടുക്കലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്കും പല ആളുകളും പോകുന്നത്. അവനവൻ്റെ തെറ്റുകൾ തിരുത്തി സ്വയം ശുദ്ധമാകാൻ തയ്യാറല്ലാത്തവരാണ് പലപ്പോഴും ഇതിൻ്റെ പുറകെ പോകുന്നത്. അവരതിനൊത്ത് മറുപടികൾ നൽകുന്നു. സത്യത്തിൽ അങ്ങനെ പോകുന്നവൻ്റെ ആമലുകൾ 40 ദിവസത്തേക്ക് സ്വീകരിക്കില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പ്രശ്നം പരിഹരിക്കാൻ ചൊട്ടുവിദ്യകളൊന്നുമില്ല, തഖ്വ മാത്രമാണ് പരിഹാരം, മഗ്ഫിറത്ത് മാത്രമാണ് പരിഹാരം. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തരുന്ന മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടി വരിക. മഗ്ഫിറത്തിലേക്ക് ഓടി വരിക, അതിലേ ഓടണ്ട. വ ജന്നത്തിന്, എന്നിട്ട് നേരെ സ്വർഗത്തിലേക്ക് പോന്നോളൂ. സ്വർഗം നിങ്ങളുടെ മഗ്ഫിറത്തിൻ്റെ സമ്മാനമാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധിയുടെ സമ്മാനമാണ്. അതുണ്ടെന്ന് ഉറപ്പ് വരുത്താനാണ് നിസ്കാരം തന്നത്. അതിനാണ് സഹോദരങ്ങളെ, ആ ഉറപ്പ് വരുത്തേണ്ട വളരെ വിലപ്പെട്ട നാളുകളിലൂടെ നാം റമദാനിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ നമ്മൾ വളരെ പ്രധാനമായി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു തആല നമ്മളെ സംസ്കരിക്കാനാണ് നമസ്കാരം തന്നത്, അതിനാണ് നമുക്ക് നോമ്പ് തന്നത്. ആ നോമ്പിലാണ് നമ്മെ തേടിയെത്തുന്ന പരിശുദ്ധമായ ബദർ വന്നത്. ബദർ അതിൻ്റെ നാളുകൾ സമാഗതമാണ്. വളരെ വൈകാതെ നമ്മിലേക്ക് കടന്നു വരും. എല്ലാ വർഷവും ബദറിൻ്റെ ഓർമ്മകൾ മുസ്ലിം ലോകത്ത് ജ്വലിച്ചു വരാറുണ്ട്. അതത്രയും അനിവാര്യമാണ്. കാരണം പരിശുദ്ധമായ ഖുർആനിൽ ബദറിനെ എത്ര ശക്തമായ നിലയിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നറിയുമോ? ബദറിൻ്റെ പാഠം ഉൾക്കൊള്ളണ്ടിട്ടല്ലാതെ ഈ സമുദായത്തിന് മുന്നോട്ട് പോകാനാവില്ല. എന്താണ് ബദർ നൽകുന്ന പ്രധാനപ്പെട്ട പാഠം? പരീക്ഷണങ്ങളിൽ പതറരുത്. ഒറ്റ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ബദർ വരും മുമ്പേ മക്കയിലെ പരീക്ഷണങ്ങളിൽ ബിലാൽ പതറിയിരുന്നെങ്കിൽ, സുഹൈബ് പതറിയിരുന്നെങ്കിൽ, അമർദ്ദന മുറകളേറ്റ് ബോധം നഷ്ടപ്പെട്ടത് പറയുന്നത് തിരിച്ചറിയാനാവാത്ത വിധം പ്രയാസപ്പെട്ട സുഹൈബ് അവിടെ വെച്ച് പരീക്ഷണങ്ങളുടെ പേരിൽ പതറിപ്പോയിരുന്നെങ്കിൽ ബദറിലെ വിജയമുണ്ടാകുമായിരുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഈത്തമടൽ കത്തിച്ച് അതിന് മുകളിൽ പുകയ്ക്കിടപ്പെട്ടു. അദ്ദേഹത്തെ പതറിപ്പോയിരുന്നുവെങ്കിൽ ബദറിലെ വിജയം കാണുമായിരുന്നില്ല. പരീക്ഷണങ്ങൾ വരും, പതറരുത്. ബദർ നമ്മളോട് പറയുകയാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കിട്ടാതെ പട്ടിണിക്കിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഉണക്കിക്കളഞ്ഞു, പതറിപ്പോയില്ല. അതുകൊണ്ടാണ് ബദറിൽ വിജയം കണ്ടത്. അതുപോലെ തന്നെ ബിലാലിനെ തെരുവിലൂടെ റളിയല്ലാഹു അൻഹും
വലിച്ചിഴയ്ക്കപ്പെട്ട് നെഞ്ചിൽ കനത്ത പാറക്കല്ല് കയറ്റി വെച്ചപ്പോഴും പതറാതെ നിന്നതുകൊണ്ടാണ് ബിലാൽ മദീന രാഷ്ട്രത്തിൻ്റെ അധിപതികളുടെ ഭാഗമായി മാറിയത്. പരീക്ഷണങ്ങളിൽ പതറരുത്. അവർ പതറിയിരുന്നെങ്കിൽ ഇസ്ലാമും ഉണ്ടാകുമായിരുന്നില്ല, നാമും ഉണ്ടാകുമായിരുന്നില്ല, ബദറിലെയും ഉഹദിലെയും വിജയവും ഉണ്ടാകുമായിരുന്നില്ല. ബദർ പറയുന്നു പരീക്ഷണങ്ങൾ വരും, പതറരുത്. എവിടെയൊക്കെയാ പരീക്ഷണം? എവിടെ ഇപ്പോൾ? ഗുജറാത്തിൽ പരീക്ഷണമാ, മധ്യപ്രദേശിൽ പരീക്ഷണമാ, ജാർഖണ്ഡിലെ പശ്ചിമ ബംഗാളിലെ വീടുകൾ തകർക്കുന്നു, കടകൾ അഗ്നിക്കിരയാക്കുന്നു, പോലീസ് നോക്കുകുത്തിയാകുന്നു, സ്ത്രീകൾ മർദ്ദിക്കപ്പെട്ട് നിസ്സഹായരായി നിലയിക്കുന്ന കരുളലയ്ക്കുന്ന രംഗങ്ങൾക്ക് നാം സാക്ഷിയാകുന്നു. പ്രിയപ്പെട്ടവരെ, ആളുകളെ അഭയത്തിൻ്റെ പേര് പറഞ്ഞു വിട്ടിട്ട് അവിടെ കൊള്ളയടിക്കുന്നു. മക്കയിൽ നിന്ന് പുറത്ത് മദീനയിലേക്ക് പായിച്ചിട്ട് മക്ക അവരുടെ സ്വത്ത് കൊള്ളയടിച്ച പോലെ നമ്മുടെ രാജ്യത്ത് നടക്കുക. പരീക്ഷണം വരും. വല്ലാഹി ബദർ പറയുന്നു പരീക്ഷണമുണ്ട്. ഇല്ലെന്ന് കരുതിയാൽ അവർക്ക് ഇസ്ലാമിൽ ഒരിടമില്ല. പരീക്ഷണം വരും, പതറാനുള്ളതല്ല. പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരെ ഉപയോഗിച്ചാണ് അല്ലാഹു തആല ബദറിൻ്റെ വിജയം കാട്ടിക്കൊടുത്തത്. രണ്ടാമത്, ശത്രുവിൻ്റെ വലിപ്പവും സ്വാധീനവും കണ്ട് ഭയക്കണ്ടെന്ന് ബദർ നമ്മളോട് പറയാം. ശത്രുവിൻ്റെ വലിപ്പം ഇന്നിപ്പോൾ പറയുന്നത് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ സംസ്കാരവും ചിഹ്നവും ഒന്നും വേണ്ട, മുറുകെ പിടിക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഇവിടെ വലിയ വലിപ്പമൊന്നുമില്ല. ബദറിലുള്ള ശത്രുവിൻ്റെ വലിപ്പം ഇവിടെയുള്ളൂ. ബദറിൽ 3 ഇരട്ടിയായിരുന്നു. എത്രയായിരുന്നു? 313 ആള്, 3 കുതിര 7 ഒട്ടകം. അപ്പുറത്ത് 1000 ആള്, 100 കുതിര 700 ഒട്ടകം. എവിടെയായിരുന്നു വലിപ്പം? എവിടെയായിരുന്നു വലിപ്പം? അതിലധികം ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ആനുപാതികമായി ഇന്നുണ്ട്. നമ്മൾ താഴെയല്ല. പതറരുത്. വലിപ്പം നമ്മളെ പേടിപ്പിക്കരുത്. ഉഹദിൽ 5-1 ഉള്ളൂ. 1000 പേര് പോയി, 3000 പേര് അപ്പുറത്ത്. കൂട്ടത്തിൽ പോയി അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ എന്ന് പറയുന്ന കപടവിശ്വാസി തന്നോടൊപ്പമുള്ള 300 പേരെ പിൻവലിച്ചപ്പോൾ 700ആയി. 5-1 ഉള്ളൂ. ജയിച്ചതാരാണ്? ഉഹദിൽ ജയിച്ചതാരാ? മുസ്ലിം ഉമ്മ ജയിച്ചു. ശേഷം ഒരു അനുസരണക്കേടിൻ്റെ പേരിൽ പരാജയം മണത്തു. പരാജയത്തിൻ്റെ സൂചനകളും വന്നു. എന്നിട്ടും അല്ലാഹു തആല അവരെ കാരണം ഇന്നും എന്തുകൊണ്ട് ഉഹദിലെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടി എന്ന ചോദ്യത്തിന്, ആ സമസ്യയ്ക്ക് ലോകത്തിന് ഉത്തരം തരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം തൂത്തുവാരിക്കളയാൻ കഴിയുന്ന വിധത്തിൽ ഇസ്ലാമിക സമൂഹം പരാജയത്തിൻ്റെ വക്കിൽ 2ാം ഘട്ടം നിൽക്കുകയാണ്. പക്ഷെ അവരിട്ടേച്ചു പോകുന്നു. അള്ളാഹു, പ്രിയപ്പെട്ടവരെ, ശത്രുവിൻ്റെ വലിപ്പം പേടിപ്പിക്കേണ്ട. ഇത് ബദർ പഠിപ്പിക്കുന്നതാണ്. എല്ലാ യുദ്ധങ്ങളും, വിശിഷ്യ ബദർ. മൂന്നാമതായി, അള്ളാഹു കൂടെ ഉണ്ടാകണമെന്ന്. നമ്മളെ ആശ്രയിച്ച പലരും നമ്മളെ കൈവിട്ട് കഴിഞ്ഞു. പോലീസ് കൈവിട്ടു, കോടതി കൈവിട്ടു, നിയമനിർമ്മാണ സഭകൾ കൈവിട്ടു, ഭരണകൂടം കൈവിട്ടു, രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ പ്രശ്നം റൈസ് ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. അവരൊക്കെ സേഫ് സോണിൽ അഭിരമിക്കുകയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആര് കൈയൊഴിഞ്ഞാലും നമ്മൾ അള്ളാഹുവിന് വേണ്ടാത്തവരാകരുത് എന്ന് മാത്രം നമ്മൾ ഓർത്താൽ മതി. അള്ളാഹ്ക്ക് നമ്മൾ വേണമായിരിക്കണം. അള്ളാഹുവിന് വേണ്ടാത്തവരാകരുതെന്ന് മഹത്തായ ബദർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻയൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും. നിങ്ങളെ അള്ളാഹ് സഹായിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. ഖുർആനാണ്. ഇങ്ങനെ പച്ചയ്ക്ക് പറയാൻ പറ്റും? ഒന്നുമില്ലാത്തവരോട് പറയാ അള്ളാഹ് സഹായിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. കാണിച്ചു കൊടുത്തു അള്ളാഹു. വൈയഖുദുൽക്കും, അള്ളാഹ് നിങ്ങളെ കൈവെടിഞ്ഞാൽ, അവഗണിച്ചാൽ, ഫമൻദല്ലദി യൻസുറുക്കും മിൻ ബഅദി, അതിനുശേഷം നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട്? വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഫലമേൽപ്പിക്കട്ടെ. 4മതൊരു മെസ്സേജ് കൂടെ ഉണ്ട്. ഐക്യം വേണമെന്ന്. മുഹാജിറുകളും അൻസാറുകളും ഒന്നിച്ച് നിന്നതുകൊണ്ടാണ് ബദർ വിജയിച്ചത്. മുഹാജിറുകൾ ബദറിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു അൻസാറുകളുടെ മറുപടി കിട്ടാൻ. അപ്പോഴും ബദറിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോഴും കുറച്ചാളുകൾ അഭിപ്രായ വ്യത്യാസമുള്ളവരായിരുന്നു. എന്നിട്ടും അവരുടെ ഐക്യം ഉറപ്പുവരുത്തിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ബദർ വിജയിപ്പിച്ചതെങ്കിൽ ഇത്തരം മെസ്സേജുകൾ ബദറിന് നമുക്ക് കൈമാറാനുണ്ട്. പുണ്യ റമളാൻ ഈ ശാരീരികമായി പരമദുർബലാവസ്ഥയിൽ ഇസ്ലാമിക സമൂഹം നിൽക്കുമ്പോൾ ഒരു റമളാനിൽ യുദ്ധം ആദർശത്തിന് വേണ്ടി ചെയ്ത് പരിചയമില്ലാത്ത ഒരു സമൂഹത്തെ കൊണ്ട് അല്ലാഹു തആല യുദ്ധം ചെയ്ത് ഇത്ര ദുർബലാവസ്ഥയിൽ വിജയം നൽകിയ റബ്ബ് നമ്മളോടൊപ്പമുണ്ടെങ്കിൽ റഹ്മത്ത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടുവരിക. ആർദ്രതയുള്ള മനസ്സ് റഹ്മത്തിൻ്റെ 10 ഉണ്ടാക്കുക. 2ാമത്തെ 10 എനിക്കൊരു പാപവും എൻ്റെ മനസ്സിൽ ബാക്കിയില്ല. ആരോടും എനിക്കൊരു വെറുപ്പില്ല, ആരോടും കുശുമ്പില്ല, ആരോടും അസൂയയില്ല, ആരോടെ വളർച്ചയിലും എനിക്ക് പ്രയാസമില്ല. എൻ്റെ സമൂഹത്തിൻ്റെ നന്മയാണ് എൻ്റെ ലക്ഷ്യമെന്ന മനോഭാവത്തിലേക്ക് നാം വളർന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി മഗ്ഫിറത്ത് ഉറപ്പാക്കുക. അടുത്ത 3ാമത്തെ 10 ഇത്ഖിന് വെച്ചേക്കുക, സ്വർഗത്തിനും വേണ്ടി വെച്ചേക്കുക. ഇതിൻ്റെ ഓർഡർ നിസ്സാരമൊന്നുമല്ല.
അള്ളാഹു നമുക്കൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, ഇതോടൊപ്പം പറഞ്ഞുകൊള്ളട്ടെ, ഈ സംസ്കരണം എന്ന് പറയുന്നത് സാധ്യമാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ സംസ്കരണം പോലെ ആത്മസംസ്കരണത്തിന് ഊന്നൽ നൽകുന്നതിൽ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സക്കാത്ത് എന്ന് പറയുന്ന സാധനം. സക്കാത്ത് എന്ന് പറയുന്ന സംഗതിയെ അവഗണിച്ചുകൊണ്ടൊരു സംസ്കരണവും സാധ്യമല്ല എന്ന വളരെ കൃത്യമായ മെസ്സേജ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ ഖുർആനിൽ സക്കാത്ത് അവഗണിക്കപ്പെട്ട ഒരു സംഭവം, ഒറ്റ കാര്യം മതി. നമുക്ക് റബ്ബിൻ്റെ റഹ്മത്ത് കിട്ടുമോ, നമുക്ക് പടച്ചവൻ്റെ പാപമോചനം കിട്ടുമോ എന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ഉറപ്പുവരുത്താൻ ഒറ്റ കാര്യം മതി. നാം സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? റബ്ബിൻ്റെ പ്രിയങ്കരരായെങ്കിൽ നമുക്ക് എങ്ങനെ സക്കാത്ത് അവഗണിക്കാൻ പറ്റും? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഈമാനിന് ശേഷം 2 സൽക്കർമ്മങ്ങൾ മാത്രമാണ് ആവർത്തിച്ചെടുത്ത് പറയുന്നതെങ്കിൽ അതിലൊന്ന് നമസ്കാരമാണ്, മറ്റൊന്ന് സക്കാത്താണ്. അല്ലേ? അഖീമുസ്സലാത്ത വആതു സക്കാത്ത എന്ന് പറഞ്ഞതിൽ നമസ്കാരം നിലനിർത്താൻ പള്ളിയുണ്ടാക്കി, പള്ളിയിൽ സൗകര്യമൊരുക്കാൻ കമ്മിറ്റി ഉണ്ടാക്കി, എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി, വുളു ചെയ്യാൻ വേണ്ടിയിട്ട് വുളു ഖാനകൾ ഉണ്ടാക്കി, സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമൊരുക്കി, നമസ്കാരത്തിലൂടെ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ഈ പദ്ധതികളെല്ലാം ചെയ്തു വെച്ച ഒരു സമുദായം, പക്ഷേ കൂട്ടത്തിൽ പറഞ്ഞ ആത്തു സക്കാത്തയ്ക്ക് വേണ്ടി സാമൂഹികമായി ഒരു സംവിധാനവും ചെയ്തു വെക്കാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുന്നെങ്കിൽ നമ്മൾ എവിടെ മഗ്ഫിറത്ത് നേടിയെന്നാണ്? അള്ളാഹു നമ്മളോട് എവിടെ പുറത്തുവെന്നാണ്? വളരെ വ്യക്തമായി ഞാൻ ദീർഘിപ്പിച്ചത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊള്ളട്ടെ. സക്കാത്ത് എന്ന് പറയുന്ന പേര് തന്നെ ഇസ്ലാമിലെല്ലാം സക്കാത്തിനാ, സംസ്കരണത്തിനാണ്. പക്ഷേ അല്ലാഹു തആല നമസ്കാരത്തെ സക്കാത്ത് എന്ന് വിളിച്ചില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച എന്നും സംസ്കരണമെന്നുമാണ്. നമസ്കാരത്തെ വിളിച്ചില്ല, നോമ്പിനെ പോലും വിളിച്ചില്ല, ഹജ്ജിനെയും വിളിച്ചില്ല. എല്ലാം സംസ്കരണം ലക്ഷ്യമാണ്. പക്ഷേ സക്കാത്ത് എന്നല്ല പറഞ്ഞത് പണം, ധനമോഹത്തെ അടർത്തി മാറ്റിക്കൊണ്ട് അള്ളാഹു തന്നത് അള്ളാഹുവിൻ്റെ ഇബാദുകൾക്ക് കൈമാറുന്ന സക്കാത്ത് കൊടുത്തപ്പോഴാണ് സക്കാത്ത് എന്നതിനെ പറഞ്ഞത്. അവിടെ ആ സംസ്കരണം. എന്താ ഈ ഉമ്മത്തിന് സംസ്കരണം ഇല്ല? നിസ്കാരം കുറഞ്ഞിട്ടാണോ? നോമ്പ് കുറഞ്ഞിട്ടാണോ? ഹജ്ജ് കുറഞ്ഞിട്ടാണോ? ഉംറ കുറഞ്ഞിട്ടാണോ? ഈ സമുദായത്തിൽ കുറഞ്ഞു പോയത് സക്കാത്താണ്. ആണോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വലിയ മുതലാളിക്ക്, നാട്ടിലെ പേര് പറയുന്ന മുതലാളിക്കുള്ള സക്കാത്തെന്നാ. നമ്മളെല്ലാവരും അള്ളാഹുടെ മുമ്പിൽ മുതലാളിമാരാ. ഇന്നത്തെ 600-ൽ താഴെ 595 ഗ്രാം വെള്ളി വിലയ്ക്ക് സമാനമായ പണം ഒരു വർഷം ആദ്യം മുതൽ അവസാനം വരെ എറിയാലൊരു 10,000-40,000 എനിക്ക് കൃത്യം അറിയില്ല. 695 ഗ്രാം വെള്ളി വിലയ്ക്ക് സമാനമായ തുക ഒരു വർഷം വട്ടമെത്തി തൻ്റെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ, അതെടുത്ത് വിനിയോഗിക്കേണ്ടി വരാത്ത വിധത്തിൽ തൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാമിക ഭാഷയിൽ ധനാഢ്യനാണ്, മുതലാളിയാണ്. അത്രയും മിച്ചം വയ്ക്കാൻ പറ്റിയ അവൻ മുതലാളിയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ മുതലാളിയാണ്. അവനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അവനാണ് അതിൻ്റെ 2.5% കൊടുക്കേണ്ടത്. സ്വർണത്തിന് വേറെയുണ്ട്, അതിന് 2.5%. കച്ചവട ചരക്കുകൾക്ക് സ്റ്റോക്ക് എടുത്തിട്ട് കൊടുക്കണം, 2.5%. കാരണം നീ നിൻ്റെ ഖൽബ് ധനമോഹത്തിൽ നിന്ന്, ധനമോഹം വലിയ അപകടം പിടിച്ച സാധനമാണ്. അതുകൊണ്ടാണ് സക്കാത്ത് കൊടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലശേഷം അബൂബക്കറിൻ്റെ ഭരണകാലത്ത് ഒരു വിഭാഗം ആളുകൾ സക്കാത്ത് കൊടുക്കുന്നതിന് വിസമ്മതിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിന് മറ്റൊരു പേരുള്ളത് സദഖ എന്ന. ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറ. ഇതിനാ സദഖ എന്ന് ദാനധർമ്മത്തെ പറഞ്ഞ സിദ്ഖിൽ നിന്ന് വിശ്വാസത്തോട് ആത്മാർത്ഥത കാണിക്കുന്നത് സദഖയാണ്. സക്കാത്തിന് സദഖ എന്നും സക്കാത്തെന്നും പേര് വെച്ചത് സാമ്പത്തികമായി വിനിയോഗിക്കാനൊരു സത്യവിശ്വാസിയുടെ മനസ്സ് പാകപ്പെടുമ്പോഴാണ്. അപ്പോഴേ ഉള്ളൂ അവന് സംസ്കരണം ഉണ്ടാവുള്ളൂ. ആത്മാർത്ഥത, വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥത സദഖ സിദ്ഖിൽ നിന്നാണ്. രണ്ടാമത് സക്കാ, സംസ്കരണം നിസ്കരിച്ചതുകൊണ്ടും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മൾ മലിനമായിട്ടുണ്ട്, തീർച്ചയായും ഉണ്ട്. ആ മാലിന്യം ഈ മഗ്ഫിറത്തിൻ്റെ പത്തിൽ പോക്കി അള്ളാഹുവിനോട് അടുക്കുക. എല്ലാവരും നമ്മെ കൈവിട്ടപ്പോൾ അള്ളാഹ് കൈവിട്ടിട്ടില്ല. അള്ളാഹുവിനെ നമുക്ക് വേണ്ടാത്തവരായി നാം മാറാതിരിക്കണമെങ്കിൽ പ്രയാസങ്ങളുടെ, പീഡനങ്ങളുടെ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ റീച്ച്, അതിൻ്റെ റേഞ്ച് വലുതായി മുറ്റത്തേക്കും വരിക. ബാങ്ക് വിളിക്കുന്നത് പാടില്ല, മഹാനവമിയോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്, ബാങ്കിൻ്റെ ഒച്ച കേൾക്കാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് വരെ വന്നു കഴിഞ്ഞു. എല്ലാ മേഖലകളിലേക്കും ഇന്ന് പരീക്ഷണം നീണ്ടുവരികയാണ്. ആരും മുക്തരാകുമെന്ന് കരുതരുത്. ഒളിച്ചോടാനൊന്നും പറ്റാത്ത വിധത്തിൽ വരിഞ്ഞു മുറുക്കപ്പെടുന്നുണ്ട് നമ്മൾ. എല്ലാവരും അപ്പുറത്താണ്.
ന്യൂനപക്ഷമൊന്നുമല്ല, ബദറിലുള്ളത്ര ഉണ്ട്, ഉഹദിലുള്ളതിനേക്കാൾ കൂടുതലുണ്ട് നമ്മൾ. പക്ഷേ ഒപ്പമുണ്ടാകേണ്ടത് അള്ളാഹുവാണ്. ആ അള്ളാഹു ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അള്ളാഹു മാത്രം മതി, ഇത് മാത്രം മതി, അത് മാത്രം മതി, വേറൊന്നും വേണ്ട. പക്ഷേ ഉണ്ടാകണം അള്ളാഹു ഒപ്പം എന്ന കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സക്കാത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ജമാഅത്ത് അൽഹംദുലില്ലാ, ഞാൻ പലപ്പോഴും സങ്കടത്തോടെ ഓർക്കാറുണ്ട്, ജമാഅത്തുകൾ പലപ്പോഴും നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നവർ അഖീമു സലാത്തയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ അത് സക്കാത്ത് ഇല്ല. നമ്മുടെ ഒരു വലിയ അപജയമായിരുന്നു. നമ്മുടെ ജമാഅത്ത് അതിന് മുൻകൈ എടുത്ത് രംഗത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ ബാധ്യതകളിൽ നിന്ന് മുക്തമായാൽ തീർച്ചയായും ഇതൊരു വിപ്ലവത്തിൻ്റെ മാസമായിരിക്കും റമദാൻ. അല്ലാഹു തആല വലിയ പരീക്ഷണങ്ങൾ നമ്മുടെ നേരെ കാണിച്ച് നമ്മെ ഭയപ്പെടുത്തുമ്പോൾ, ഭീഷണിപ്പെടുത്തുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഏറ്റവും മികച്ച ഉപായമാകും എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ബാക്കി വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് സമയം പോലെ പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഈ നല്ല മാസം, ഈ വിശുദ്ധിയാർന്ന മാസം, മനസ്സും ശരീരവും പരിശുദ്ധിയെ പ്രണയിക്കുന്ന ഈ പുണ്യമാസം, വളരെ മികച്ച ഹോളി ആംബിയൻസ്, വിശുദ്ധ അന്തരീക്ഷം ലോകമാകെ പടർന്നു നിൽക്കുന്ന ഈ പുണ്യമാസം കൊണ്ട് നമുക്കൊന്ന് മാറാം, നമുക്ക് നന്നാകാം, നമുക്ക് പാപരഹിതരാകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും ഈ പുണ്യമാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്നൊരിക്കൽ കൂടി ദുആ ചെയ്ത് അൽഹംദുലില്ലാഹി അവ്വലം വ ആഖിറ.